100 ഡേയ്സ് ഓഫ് ഡിജിറ്റൽ ഗ്രോത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്, പ്രൈസ്, കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ സർവീസ് സെക്ടർ ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ് സർവീസ് കാറ്റഗറി, ആ സർവീസിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ സർവീസും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പലരും കൊടുക്കുന്നതായിട്ട് കണ്ടില്ല. ഇപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നിങ്ങൾ സർവീസും പ്രൊഡക്റ്റും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ എന്ത് സർവീസ് ആണെങ്കിലും ആ സർവീസിൻ്റെ മെയിൻ പേര് അത് നിങ്ങൾ അതിൻ്റെ ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ നിങ്ങളെ പ്രൊഡക്റ്റോ നിങ്ങളുടെ സർവീസോ ബന്ധപ്പെട്ട കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണമെന്ന് നിങ്ങൾ ഈ കൊടുക്കുന്ന ഓരോ സർവീസ് ആണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും കീവേഡ്സ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക, പ്രൊഡക്റ്റും കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ സെർച്ചിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ് ഗൂഗിളിൻ്റെ ഫ്രണ്ടിൽ വരാൻ സാധ്യതയുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് ഒരുപാട് കൺവേർഷൻസ്, ₹1 പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് കൺവേർഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനത് പറയാൻ കാരണം വെറുതെ അല്ല, എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലപ്പുറം എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് വരുന്നത് വർഷങ്ങളായിട്ട് എൻ്റെ ബ്രാൻഡിനെ വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഒരു വീക്കിലി ഒരു 6 കാളെങ്കിലും എല്ലാ വീക്കിലും എനിക്ക് എന്ത് ചെയ്യും, മിനിമം വരാറുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതലും വരാറുണ്ട്. ₹1 മുടക്കില്ലാതെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഡിജിറ്റൽ ഗ്രോത്ത് ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. ഒരുപാട് ട്രിക്കുമായിട്ട് വരും.